രാഹുൽ കോഴിക്കോട് നിന്ന് വിളിച്ചിരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് വിവരങ്ങൾ ആഷ്ലി പറഞ്ഞു കഴിഞ്ഞു. 3 മരുന്നെങ്കിലും പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതി. ഇപ്പോൾ ഈ പ്രതികരണത്തിൽ 4 5 മരുന്നൊക്കെ പുറത്തുനിന്ന് വാങ്ങണമെന്നാണ്. ഇത് ഏറെ നാളായി തുടരുന്ന കാഴ്ചയാണോ? എന്തെങ്കിലും ഒരു അടിയന്തര ഇടപെടൽ ഈ മരുന്ന് ക്ഷാമം പരിഹരിക്കാൻ ഉണ്ടായിട്ടുണ്ടോ വടക്കൻ കേരളത്തിൽ എവിടെയെങ്കിലും? ദിവിഷ, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലാണ്. സാധാരണക്കാരുടെ ആശ്രയമായ ആശുപത്രിയാണ്. പക്ഷേ ഇവിടെയാണ് ഈ വിധത്തിലുള്ള സ്ഥിതി. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും ഉണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെയാണ് ബീച്ച് ജനറൽ ആശുപത്രിയിൽ ഏകദേശം 2000 ആളുകളൊക്കെ ദിനംപ്രതി ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയാണ്. നമ്മളിപ്പോൾ സംസാരിച്ച 2 ആളുകൾ, അവർക്ക് 6ഉം 4ഉം വീതം മരുന്നുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ പകുതിയിലധികവും കിട്ടാതെ പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥ എന്നതാണ്. അപ്പോൾ അധിക വില നൽകി മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നു. മരുന്നുകളെല്ലാം ഉണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ആശുപത്രികളിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയല്ല സ്ഥിതി എന്നാണ് ബോധ്യപ്പെടുക. നമ്മോടൊപ്പം ഇനിയും ആളുകളുണ്ട്. മരുന്ന് വാങ്ങാൻ വന്നു, ഏതൊക്കെ കിട്ടി? മരുന്ന് വാങ്ങാൻ വന്നിട്ട് കിട്ടിയതല്ല. മരുന്ന് വാങ്ങാൻ വന്നാൽ ആദ്യം ഇതിൽ മരുന്ന് ഉണ്ടോ ഇല്ലയെന്ന് അറിയണം. അതിന് ഒരാളെ ഏൽപ്പിക്കണം അവിടെ ഇത് നോക്കാൻ. അത്രയും ക്യൂ നിന്നിട്ട് എടുത്തെത്തിയ മരുന്നില്ല അറിയും. എനിക്ക് മിക്കതും അങ്ങനെ തന്നെ സംഭവം. എന്നിട്ട് ഞാൻ ഹെൽത്ത് സെൻ്ററിൽ ആ മരുന്ന് ഉണ്ടാവും. ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഞാൻ വാങ്ങും. ഇവിടെ ചിലപ്പോൾ ഉണ്ടാവില്ല. എന്നിട്ട് ഇപ്പം ഇത് ഞാൻ ഒന്ന് ഇതിൽ നോക്കിയിട്ട് ഇതിൽ മരുന്ന് ഉണ്ടെങ്കിൽ ഞാൻ ക്യൂ നിൽക്കാം. അത് സമ്മതിക്കില്ല. ക്യൂ നിന്ന് തന്നെ വന്നിട്ട് മരുന്നുണ്ടോ ഇല്ലയെന്ന് പറയണം. അത്ര ബുദ്ധിമുട്ടിക്കലാണ്. പെട്ടവരെങ്ങനെ എത്ര ചെറിയ കുട്ടികളൊക്കെ വീട്ടിലാക്കിയിട്ട് മൂത്ത കുട്ടീനായിട്ട് വന്നത്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണം. എനിക്ക് മരുന്നുണ്ടോ ഇല്ലയെന്ന് ആദ്യം പറയണം. എന്നിട്ട് ക്യൂ നിർത്തണം. ഇപ്പോൾ എത്ര മരുന്നുകൾക്ക് എഴുതിയിട്ടുണ്ട് നോക്കിയാലെല്ലാം അറിയുള്ളൂ ഇതിൽ മരുന്ന് എഴുതിക്കണോ ഇല്ലയെന്ന്. ഇപ്പോൾ എത്ര ക്യൂ നിൽക്കുന്നുണ്ടെന്ന് അറിയാം ആൾക്കാർ. അതിൻ്റെ ഇടയിൽ ഞാൻ ക്യൂ നിന്ന് ലാസ്റ്റ് പോയി പറഞ്ഞാൽ പറയും മരുന്നില്ല, പുറത്തുനിന്ന് വാങ്ങണം. അപ്പോൾ എന്താ ചെയ്യുക? ഇതിന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഈ ഓഫീസ് ഷീറ്റ് നോക്കിയിട്ട് മരുന്ന് ഉണ്ടോ ഇല്ലയോ നോക്കിയാൽ നമ്മൾ ക്യൂ നിൽക്കാം. അതിനൊരു പ്രശ്നമില്ല. തോന്നിയ പോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് തോന്നിയ പോലെ. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെല്ലാവരും ക്യൂ നിൽക്കണം. ആരും പ്രതികരിക്കില്ല. എന്താ ചെയ്യപ്പോൾ? ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം. ഇത് ആദ്യം വരുന്നതാണോ അത് മുൻപ് വന്ന് പോയതാണ്? മുമ്പ് വന്നപ്പോഴും ക്യൂവിൽ നിന്നിട്ട് മരുന്നില്ല. ഇത് ENT ഉള്ളതാണ്. അപ്പോൾ സ്ട്രോങ് ഉള്ള മരുന്ന് നമ്മൾ പുറത്തേക്ക് ചെയ്തോളൂ. പക്ഷെ ആ മരുന്ന് ഉണ്ടോ ഇല്ലയോ ചിലപ്പോൾ ഇതിൽ മരുന്ന് ഇവിടുന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഉണ്ടോ ഇല്ലയോ നോക്കിയാലേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ പറ്റുള്ളൂ. ഈ ക്യൂ കാണുമ്പോൾ എന്താ ചെയ്യുക? ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. വാങ്ങാൻ പറ്റാത്തവർ തിരിച്ചു പോകും. അപ്പോൾ ഉണ്ടോ ഇല്ലയെന്ന് പറഞ്ഞാൽ ക്യൂ നിൽക്കുക. അതിനൊരു കുഴപ്പമില്ല. രാഹുൽ അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മണിക്കൂറുകളോളം ക്യൂ നിന്ന് അവസാനം ചെല്ലുമ്പോൾ മരുന്നില്ല എന്ന് പറയുന്നത്. ഈ ഡോക്ടർമാർക്ക് മരുന്ന് എഴുതുമ്പോൾ അവിടെ ഫാർമസിയിൽ എന്തൊക്കെ സ്റ്റോക്കുണ്ട് എന്ന് ഡോക്ടർമാരെ അറിയിച്ചാൽ ഇന്ന മരുന്ന് എഴുതുമ്പോൾ ഇത് ഇവിടുന്ന് വാങ്ങാം, ബാക്കി പുറത്തുനിന്ന് ഡോക്ടർ തന്നെ പറഞ്ഞാൽ കുറച്ചെങ്കിലും ആളുകൾക്ക് സഹായകരമല്ലേ? ദിവസം തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ചേച്ചിയുടെ പ്രതികരണം അങ്ങനെയാണ്. അതായത് ഡോക്ടർമാർ മരുന്ന് എഴുതിയിട്ടുണ്ട്, ഫാർമസിയാണ് നേരെ കാണുന്നത്. അവിടെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട്. അപ്പോൾ അവിടെ വരി നിന്ന് മുന്നിലേക്ക് എത്തുന്ന സമയത്താണ് ഈ എഴുതിയവയിൽ പല മരുന്നുകളും ഇല്ല എന്ന് മനസ്സിലാവുക. അപ്പോൾ ആ വരി നിന്നത് വെറുതെ ആവുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നേരെ പുറത്തേക്ക് പോവുക, മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് വാങ്ങേണ്ട അവസ്ഥയുമാണ്. ഏതായാലും നമ്മൾ ആശുപത്രി അധികൃതരുമായി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ചില മരുന്നുകൾ കുറവുണ്ട്, അത് കൃത്യമായി മുകളിലേക്ക് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മരുന്നുകളൊക്കെ വരേണ്ടതായി ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ശരി, എന്തായാലും മരുന്ന് ക്ഷാമം ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ രാഹുൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാണ്. അവിടെ നിന്ന് എത്തിയ ഒരാളുടെ പ്രതികരണമാണ് കണ്ടത്. ഏറെ നേരം കാത്തു നിന്നിട്ടും അവസാനം മരുന്ന് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതിലൊരു നടപടി, മരുന്ന് ക്ഷാമമുണ്ടോ, ഓക്കെ ശരി, ഇന്നത് കിട്ടില്ല, അത് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുമെന്ന് ആദ്യമേ പറഞ്ഞാൽ ആളുകളുടെ സമയമെങ്കിലും ലാഭിക്കാം. ഇതിപ്പോൾ സമയവും പോകും, പണവും പോകുമെന്ന അവസ്ഥയിലാണ്. അടിയന്തര ഇടപെടലാണ് ഇക്കാര്യത്തിൽ ആവശ്യം. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് തന്നെയാണ് സ്ഥിതി.